Hello guys, welcome to Last Wonder Movie Media. ഇന്ന് ചെയ്യാൻ പോകുന്ന റിവ്യൂ അല്ല, ഇറ്റ്സ് എ കമ്പാരിസൺ ഓഫ് കഥ പറയുമ്പോൾ ആൻഡ് ഇറ്റ്സ് ടു റിമിക്സ് ഹിന്ദി തമിഴ് റീമേക്കുകളുടെയാണ്. അപ്പം പിന്നെ അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ കഥ പറയുമ്പോൾ ഇന്ത്യൻ തമിഴ് റീമേക്കും ആൻഡ് കഥ പറയുമ്പോഴുടെയും കമ്പാരിസനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും, അതൊന്ന് അമർത്തി സഹായിച്ചേക്കണം. എന്തായാലും അപ്പോൾ തുടങ്ങാം അവർ കമ്പാരിസൺ വീഡിയോ. കഥ പറയുമ്പോൾ വേഴ്സസ് ഇറ്റ്സ് ടു റീമേക്സ് ഫ്രം ഹിന്ദി ആൻഡ് തമിഴ്. അപ്പോൾ വടക്കം ട്രെയിലറുകളെ ഇതിൻ്റെ തുടങ്ങാം. ഫസ്റ്റ് പറയാൻ പോകുന്ന ഈ സിനിമയിൽ ഫസ്റ്റ് പറയാൻ പോകുന്ന ഇൻട്രോയാണ്. ഇൻട്രോ അല്ല, സ്റ്റോറിയാണ്. സ്റ്റോറി അറിയാമല്ലോ, അത് പറയുമ്പോഴുള്ള സ്റ്റോറി നമുക്കെല്ലാം അറിയാൻ തന്നെയാണ്. മമ്മൂട്ടി ഒരു ഫിലിമായിട്ട് നമ്മുടെ ശ്രീനിവാസന് ബാർബറിസും ചെറുപ്പമായിരുന്ന സമയത്ത് ശ്രീനിവാസന് ഫ്രണ്ട്സ് ആയിരുന്നു ചെറുപ്പത്തിൽ. പക്ഷെ ഒരുപാട് നാളായി ഇവയാൾ സിനിമയിലോട്ടും നമ്മുടെ മമ്മൂട്ടി സിനിമയിലോട്ടും ശ്രീനിവാസ് അന്ന് പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാണുന്നില്ല. ഇപ്പം ചേർന്ന് ഒരുപാട് നാൾ ശേഷം പക്ഷെ അവർ കാണുന്നുണ്ടോ ഇല്ല ഫ്രണ്ട്സ്. ഈ ശ്രീനിവാസന് ഓർമ്മയുണ്ടോ മമ്മൂട്ടിക്കെന്നുള്ളതാണ്. പിന്നെ ഇത് കണ്ടുമുട്ടുന്നുണ്ടോ എന്നൊക്കെയാണ് സിനിമയുടെ ഒരു സ്റ്റോറി ആയിട്ട് പറയാനുള്ളത്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും സിനിമ നല്ലോണം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതേ സ്റ്റോറി അപ്പോൾ ഈ പടം കണ്ടിട്ടാണ് നമ്മുടെ തമിഴിലും ഹിന്ദിയിലും റീമേക്ക് എടുത്തിരിക്കുന്നത്. അഭിനയിച്ചവരുടെ കാര്യം പറയാനാണെങ്കിൽ ഒരു മിനിറ്റ്. കഥ പറയുമ്പോൾ നായകനായിട്ട് പറഞ്ഞത് ശ്രീനിവാസനാണ്. ബാർബറി സിനിമ നടനായിട്ട് മമ്മൂട്ടി, നായികയായിട്ട് മീന ചേച്ചിയായിരുന്നു അഭിനയിച്ചിരുന്നത്. എൻ്റെ തമിഴ് റീമേക്കിൽ വെച്ച് നോക്കുമ്പോൾ പടം ഫ്ലോപ്പാണെന്നാലും പറയാം. ബാർബറായിട്ട് വന്ന പശുപതി എന്ന് പറയുന്ന ഒരു ആക്ടറാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഗൾഫ് സിനിമയിലുണ്ടായിരുന്നു ഒരു റോളിൽ. അങ്ങനെ പിന്നെ നായകയായിട്ട് മീന ചേച്ചിയായിരുന്നു. സിനിമ നടനായിട്ട് നമ്മുടെ സ്വന്തം രജനികാന്താണ് അഭിനയിച്ചിരുന്നത്. അതുകൊണ്ട് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഹൈപ്പ് ഉണ്ടാവുമല്ലോ, ഒരുപാട് ഗെയിമേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഹിന്ദി റീമേക്കിൽ ബാർബറായിട്ട് ഇർഫാൻ ഖാൻ, നായികയായിട്ട് എന്തോ ലാറ എന്തൊരു ശർമ്മയാണ്, ഞാൻ മറന്നുപോയി. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണം. സിനിമ നടനായിട്ട് ഷാറുഖ് ഖാനാണ് വന്നിരുന്നത്. സോങ്സിൻ്റെ അടുത്ത് പറയാനാണെങ്കിൽ എനിക്ക് അത് പറയുമ്പോഴുള്ള സോങ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റേ പാടാവുന്ന ബാർബറിനി അങ്ങനെ എന്തൊരു ഒരു പാട്ടുണ്ട്. അത് എന്തൊരു അതിൻ്റെ കറക്റ്റ് ലിറിക്സ് എനിക്ക് കിട്ടുന്നില്ല. ആ പാട്ട് നല്ലൊരു പാട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ കുസേലൻ്റെ പാട്ടെന്ന് പറഞ്ഞ് എന്ത് പറയും, ബിലോ റേറ്റഡ് ആണ്. പിന്നെ ഹിന്ദി റീമേക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ പാട്ടൊക്കെ നൈസാണ്. പിന്നെ സ്ക്രീൻ പ്ലേയുടെ കാര്യം പറയാനാണെങ്കിൽ മലയാളത്തിൽ തന്നെയാണ് ബെസ്റ്റ്. സൂപ്പർ സ്ക്രീൻ പ്ലേ ആൻഡ് ക്രൂ ഈസ് സൂപ്പർ. എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിലും നല്ല ഡെപ്ത് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ അവസാനത്തെ ക്ലൈമാക്സ് സീനിൻ്റെ എഡിറ്റിങ്ങും
നൈസായിട്ട് ഡയലോഗ്സ് നൈസായിരുന്നു. ഹിന്ദിയിൽ ഡയലോഗ്സ് നൈസാണ്. തമിഴിൽ മറ്റേ വടിവേലുമായിട്ട് ഒരു ഡയലോഗുണ്ട് ഇത് കണ്ടില്ല, അതെന്തോ നൈസാണ്. വായിക്കൊന്നും ഇത്ര ഇതൊന്നുമില്ല. മറ്റേ ഡേവിഡ് അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങേരുടെ ഒരു കോമഡി ആയിട്ട് ബ്രഹ്മാനന്ദ അത് നല്ലതായിരുന്നു. പറയാൻ പറഞ്ഞു കോമഡീസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് 3 ബെസ്റ്റാണ്. കാരണം കോമഡി വർക്കായിട്ടുണ്ട്. ഇപ്പം മലയാളത്തിൽ വെച്ച് നോക്കുമ്പോൾ സൂരജ് വെണ്ണാറമ്മൂട്, പിന്നെ സുരാജ് വെണ്ണാറമ്മൂട്, ഇന്നസെൻറ്റ്, സലീം കുമാർ, പിന്നെ കോട്ടയം നസീർ, മുകേഷ്. അതൊക്കെ കോമഡി എന്ന് പറയണത് നല്ല നൈസായിട്ട് തന്നെ ചെയ്തു വെച്ചിരുന്ന ആ സിനിമയിൽ. തമിഴിൽ നോക്കുമ്പോൾ എന്തായാലും ഇങ്ങനത്തെ മാത്രം ഈ കോമഡിയായിട്ട് അറിയാം. എന്തായാലും പിന്നെ നമ്മുടെ വടിവേലു മാത്രമേ എനിക്ക് കോമഡി ഓഡിയൻസായിട്ട് അറിയാവുള്ളൂ. എങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയാം. പിന്നെ ബ്രഹ്മാനന്ദം തോന്നുന്നു ഒരു ക്യാമയാണ്, അതെല്ലാവരും ഒന്നുമില്ല. പ്രഭുവൊക്കെ ഉണ്ടായിരുന്നു പടത്തിൽ. എന്തിനാണ് അത് പക്ഷേ നല്ല സിനിമയാണ്. സിനിമ നല്ലതാണ്, അത് പറയാൻ. അതിന് ആരുടെ വർക്കായെന്ന് ചോദിച്ചാൽ സന്താനത്തിന് ബ്രഹ്മാനന്ദത്തിൽ വർക്കായി. വടിവേലിൻ്റെ വർക്കായി. പക്ഷെ ചിലവരുടെ ഒന്നും ഇന്നസെൻറ്റിൻ്റെ പകരം വന്ന ആളിൻ്റെ കോമഡി എന്ന് പറഞ്ഞാൽ എൻ്റെ വേറെ ക്രിഞ്ചാണ്. അമ്മാതിരി ക്രിഞ്ചായിട്ടാണ് അങ്ങനെ അഭിനയിച്ചിരുന്നത്. അവരും വന്നാൽ എന്തായാലും ഹിന്ദീൻ്റെ കാര്യം പറയാനാണെങ്കിൽ കോമഡിയായിട്ട് ജഗദീഷ് അണ്ണൻ, നമ്മുടെ മലയാളികളുള്ള സ്വന്തം ജഗദീഷ് ഏട്ടനെയും പിന്നെ ഹിന്ദിക്കാരൻ്റെ രജ്പൽ യാദവ് എന്ന് പറഞ്ഞ ഒരാൾ അങ്ങേറ്റുണ്ട് കോമഡിക്ക് വേണ്ടിയിട്ട്. നല്ല കോമഡിക്ക് വേണ്ടി അത് വർക്കായിട്ടുണ്ട്. അവർ രാജ്പൽ യാദവിൻ്റെ സീനൊക്കെ അറിയായിരിക്കും. സലീം കുമാറിൻ്റെ പകരമാണ് വന്നത്. കുമാറിൻ്റെ റോള് നമ്മുടെ തമിഴ് റീമേക്ക് ആയിട്ടുള്ള സൈലൻറ്റിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ഹിന്ദിയിൽ അതുണ്ട് വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ജാർഖണ്ഡ് ഇത് കയറ്റി വെച്ചാൽ തോന്നുന്നു. എന്നാലും ഇറ്റ്സ് വർക്ക്. എന്നാൽ സലീം കുമാർ വേഴ്സസ് രാജ്പൽ യാദവ് റോള് നോക്കുമ്പോൾ സലീം കുമാർ ഇസ് ദ വിന്നർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റിൽ പറയണം. പിന്നെ ഇപ്പോൾ കരീപ്പിക്കുന്ന സീൻ ക്ലൈമാക്സിലെ സത്യം മറ്റേ ശ്രീനിവാസൻ്റെ കുറിച്ച് കരഞ്ഞുകൊണ്ട് സംസാരിക്കേണ്ട സീനുണ്ട്. കഥ പറയുമ്പോൾ മമ്മൂട്ടി ആ സ്പീച്ച് ഉണ്ട്. അപ്പോൾ പറയുന്ന സ്പീച്ചുണ്ട്. ആ ഒരു സ്പീച്ച് വെച്ചാണ് ഇവർ രണ്ടുപേരും കണ്ടുകൊണ്ടുവന്നതും പിന്നെ സിനിമ തീരുന്നത്. അത് ക്ലൈമാക്സിലാണ് ഇത് പറയുന്ന കാര്യം. അതിനൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അത് സൈലൻറ്റിൽ ഈ 3 പടത്തിലും വർക്കായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വർക്കായത് ഏതാണെന്ന് ഇതിൽ വിന്നർ ആരാന്ന് ചോദിച്ചാൽ അത് വീണ്ടും ഞാൻ പറയുന്നു മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടിയാണ് കുറച്ചും കൂടി കരയിപ്പിച്ചത്. ആ ഒരു സ്പീച്ച് ഞാനും കരഞ്ഞിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കിത് സത്യം പറയും കമ്പാരിസൺ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കരച്ചിലാണ് വരുന്നത്. വേറെ കാര്യം പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലോ ആക്കുന്നത്. എന്തായാലും ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നുണ്ട്. വേറൊന്നുമില്ല. കടന്നു. പിന്നെ ഈ 3 പടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ വീണ്ടും പറയും കഥ പറയുമ്പോഴാണ്. കാരണം കരയിപ്പിക്കുന്ന സീൻസിൽ കരയിപ്പിച്ച് കുറച്ച് നല്ലോണം കരയിപ്പിച്ച ഒരു സിനിമയാണത്. അതിൻ്റെ റീമേക്കുകൾ ചീത്തയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, നല്ലതാണ്. പക്ഷെ കഥ പറയുമ്പോഴുള്ള അത്രയ്ക്കും വന്നിട്ടില്ല. വേറൊന്നും പറയാനൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ 3 പടത്തിൽ ഏത് പടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റിൽ പറയണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഇത് ആദ്യത്തെ കമ്പാരിസൺ വീഡിയോയോട് എത്രത്തോളം വിജയിക്കുന്നൊന്നും എനിക്ക് പോലും അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് അമർത്തി ഒന്ന് സഹായിച്ച് തന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ, വസ്കസ്.